ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ കൊല്ലം തേനി, അതായത് NH-183 കൊല്ലം തേനി NHൻ്റെ സൈഡിലുള്ള ഒരു കൊമേഴ്സ്യൽ പർപ്പസിനെല്ലാം പറ്റിയ ഒരു ബിൽഡിങ്ങും, അതായത് 4500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിങ്ങും 50 സെൻറ്റ് സ്ഥലവുമാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ. കോട്ടയം മുണ്ടക്കയം റോഡ് സൈഡിലാണ് ഈ പറയുന്ന പ്ലോട്ട് കിടക്കുന്നത്. ചോറ്റി ജംഗ്ഷൻ, കോട്ടയം മുണ്ടക്കയം റോഡിൽ ചോറ്റി ജംഗ്ഷന് ഒരു 100 മീറ്റർ അടുത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി ഒന്ന് കാണാം. ഇത് മുണ്ടക്കയം ജംഗ്ഷനാണ്. ഈ പ്രോപ്പർട്ടിയിലേക്ക് മുണ്ടക്കയത്തു നിന്ന് 6 കിലോമീറ്ററും പിന്നെ കാഞ്ഞിരപ്പള്ളി ടൗണിലേക്ക് 8 കിലോമീറ്ററുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് മുണ്ടക്കയം ജംഗ്ഷനാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി. ഈ മെയിൻ റോഡ് സൈഡിൽ NHൻ്റെ സൈഡിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. 50 സെൻറ്റ് നിരന്ന ഒറ്റ പ്ലോട്ട്. ശരിക്കും ഇത് എല്ലാ വിധത്തിലുള്ള, അതായത് ഏത് വിധത്തിലുള്ള കൊമേഴ്സ്യൽ പർപ്പസിനും പറ്റിയതാണ്. പെട്രോൾ പമ്പ്, മറ്റ് വാഹനത്തിൻ്റെ ഷോറൂം, കല്യാണ മണ്ഡപം, അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഷോറൂമുകൾക്കും പറ്റിയ ഒരു പ്ലേസാണിത്. ഇതാണ് ബിൽഡിങ്. 4500 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങാണ്. ആദ്യത്തെ നിലയിൽ 2500 സ്ക്വയർ ഫീറ്റും രണ്ടാമത്തെ നിലയിൽ 2000 സ്ക്വയർ ഫീറ്റും അങ്ങനെയാണ് ഈ ബിൽഡിങ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നില കംപ്ലീറ്റ് ഗ്ലാസ്ഡ് കവറിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തുണിയുടെയൊക്കെ ഹോൾസെയിൽ ഷോറൂമായിട്ടൊക്കെ സുഖമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പുറകുവശത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ശരിക്കും ഇതിൻ്റെ NHൻ്റെ ഫ്രണ്ടേജ് വരുന്നത് 90 അടിയാണ്. പിന്നെ പുറകിലേക്ക് നീളം വരുന്നത് 235 അടിയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്രോൾ പമ്പിനൊക്കെ അവരുടെ കണക്കും പ്രകാരമുള്ള അളവ് നമുക്കിതിനകത്ത് കിട്ടും. നല്ല നിരപ്പായ സ്ഥലമാണ്. ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയയാണ്. എന്നാൽ ഒരിക്കലും വെള്ളം കയറാത്ത ഒരു സ്ഥലമാണിത്. നമ്മളിപ്പോൾ കണ്ട ബിൽഡിങ്ങിൻ്റെ പുറകിലേക്ക് വരുന്ന ഈ സ്ഥലത്ത് ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാവ്, പിന്നെ റംബൂട്ടാൻ, അതുപോലെ കുറച്ച് ജാതി, ഇങ്ങനെയുള്ള ഐറ്റംസ് ഇതിനകത്ത് ധാരാളം ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ഉപയോഗത്തിന് നമുക്ക് ഈ സ്ഥലം ഒരുക്കിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇത് വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി ഏത് പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്ലോട്ടിൻ്റെ കിടപ്പ്. ഈ വസ്തുവിൻ്റെ നമ്മൾ പുറകിലേക്ക് വരുമ്പം അതിൻ്റെ അതിര് ഈ കാണുന്ന മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചുറ്റുമതിലെല്ലാം കെട്ടി ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ ജസ്റ്റ് അകമൊന്ന് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഓൾറെഡി അതിനകത്ത് വേറെ ഒന്നും വർക്ക് നടക്കുന്നില്ല, ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നതാണ്. എന്നാലും നമുക്കൊന്ന് കാണാം. ഇതാണ് കംപ്ലീറ്റ് ടൈലൊക്കെ ഇട്ട് എല്ലാം ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഇതിനകത്ത് 4 സ്ഥാപനങ്ങൾ നമുക്ക് ഒരേ സമയം നടത്താൻ പറ്റും. കാരണം 4 കൊമേഴ്സ്യൽ ബിൽഡിംഗ് പർപ്പസിന്, അതായത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 4 കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആയിട്ട് 4 ഇലക്ട്രിക്കൽ സെക്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് 4 സ്ഥാപനങ്ങൾ നമുക്കിതിനകത്ത് വേണമെങ്കിൽ ഒന്നിച്ച് നടത്താൻ പറ്റും. ടെക്സ്റ്റൈൽ ഷോറൂമിനൊക്കെ പറ്റിയതാണെന്ന് പറയാൻ കാരണം അതിവിശാലമായ ഹാളാണ് മുകളിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് താഴെയും, പക്ഷേ മുകളിൽ കംപ്ലീറ്റ് ഗ്ലാസ്ഡ് കവറിങ് ഉണ്ട്. അപ്പം ടെക്സ്റ്റൈൽ ഹോൾസെയിലിനൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടിയാണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഞാനൊന്നുകൂടെ ബ്രീഫായിട്ട് ഒന്നുകൂടെ പറയാം. അതായത് 50 സെൻറ്റ് പ്ലോട്ടാണിത്. 4500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കൊമേഴ്സ്യൽ പർപ്പസുകൾക്കൊക്കെ പറ്റിയ ഒരു ബിൽഡിംഗ് ഇതിനകത്തുണ്ട്. അതിൽ മുകളിലത്തെ നില 2000, താഴത്തെ നില 2500 സ്ക്വയർ ഫീറ്റും 4 കൊമേഴ്സ്യൽ പർപ്പസിന് പറ്റിയ ബിൽഡിംഗ് ആയിട്ടാണ് പണിതിരിക്കുന്നത്. മീൻസ് 4 ഇലക്ട്രിക്കൽ സെക്ഷൻ ഇതിനകത്തുണ്ട്. പിന്നെ NH-183, അതായത് കൊല്ലം തേനി NHൻ്റെ സൈഡിലാണ്. കോട്ടയം മുണ്ടക്കയം റോഡാണിത്.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോറ്റി ജംഗ്ഷനാണ് വരുന്നത്. ഈ ചോറ്റി ജംഗ്ഷനിൽ നിന്ന് 100 മീറ്ററാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വിലയൊന്ന് നോക്കാം. ഈ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടി ഓണർ ചോദിക്കുന്നത് 1 സെൻറ്റിന് 5 ലക്ഷം രൂപയാണ്. അത് ഇത്രയും ഹൈവേയുടെ സൈഡിൽ ഇങ്ങനെ ഒരു നിരന്ന പ്ലോട്ടും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്ലോട്ട് ചോദിക്കുന്ന വില അധികമല്ല. എന്നാൽ പോലും ചെറിയ പൈസ നെഗോഷ്യബിൾ ആയിരിക്കും ഇതിനകത്ത്. അപ്പോൾ 1 സെൻറ്റിന് ചോദിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് വിളിക്കാവുന്നതാണ്. പിന്നെ ഈ പ്രോപ്പർട്ടി കാണാനോ മറ്റെന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിളിക്കേണ്ടത് നമ്പറാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.